ഹായ്, ഞാൻ മോളമ്മയാണ്. ഷുഗർ ബാറിൽ നിന്നും നമുക്കിന്നേ ഈവനിങ് സ്നാക്കായിട്ട് ഒരു ചിപ്സ് പോലൊരു സാധനം ഉണ്ടാക്കാം. ഞാൻ അതിനായിട്ട് 4 കപ്പ് മൈദ എടുത്തു വെച്ചു, 2 മുട്ട എടുത്തു വെച്ചു, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനെ കുഴയ്ക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇത് എളുപ്പം ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇച്ചിരി മെനക്കേടുണ്ട്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ റിസൾട്ടേ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിലെ അമ്മ ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നൊരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇന്ന് അമ്മയെ കുത്തി ഇളക്കി അമ്മയുടെ നിന്ന് റെസിപ്പി അടിച്ചു മാറ്റിയതാണേ. അമ്മയ്ക്ക് വലിയ ഓർമ്മകളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും അമ്മ റീകളക്ട് ചെയ്ത് റെസിപ്പി തന്നതാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ പഞ്ചസാരയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അല്ലാതെയാണ് ഇതുണ്ടാക്കുന്നത്. വളരെ രസകരമായി കഴിക്കാൻ പറ്റും. ഒരു നല്ല കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ചായയോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സ്നാക്കായിട്ട് അടിപൊളിയാണേ. വെള്ളവും മുട്ടയും ഉപ്പും ഇട്ട് മൈദയെ ഈ ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കണേ, എന്നും പറഞ്ഞ് ഓവർ സോഫ്റ്റ് ആവരുത്. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മേശപ്പുറത്തോ എവിടെയെങ്കിലും വെച്ച് നമ്മളതിനെ നന്നായി റോൾ ചെയ്ത് ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കാം. അത് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാനായിട്ടാണ്. അങ്ങനെ എന്തുമാത്രമുണ്ടോ അതിനെ നമ്മൾ ഈക്വലായിട്ട് മാറ്റി ബോൾസാക്കി വെക്കാവുന്നതാണ്. ബോൾസാക്കിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി കോൽ ഉപയോഗിച്ച് പരത്തി ചപ്പാത്തികളാക്കി വെക്കാം. 3 ചപ്പാത്തി ഒന്നിച്ച് വെച്ചാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിപ്പോവും. അതുകൊണ്ട് നമുക്ക് 3 ചപ്പാത്തി വീതം പരത്തി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഓരോ ചപ്പാത്തിയുടെയും ഇടയ്ക്കായിട്ട് നമ്മൾ നെയ്യാണ് ചേർക്കാൻ പോകുന്നത്. ഈ നെയ്ക്കകത്ത് നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി മിക്സ് ചെയ്തും ചിലവർ ചെയ്യാറുണ്ട്. ഞാനിത് സിമ്പിളായിട്ട് നെയ്യ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളേ. ഒത്തിരി മെനക്കെട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും സിമ്പിൾ വേയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ നമുക്കൊക്കെ സൗകര്യം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര നൈസായിട്ടൊന്നും ഇപ്പോൾ പരത്തണ്ട, ഒരു ചെറിയ ചപ്പാത്തി പരുവത്തിലേക്ക് പരത്താം. അങ്ങനെ 3 ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നെയ്യ് ഇതിൻ്റെ പുറത്തേക്ക് തേച്ച് പിടിപ്പിക്കാം. കാണിക്കാമേ. ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ എങ്ങനെ വേണേലും നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. എല്ലാ മൂലകളിലും നമുക്ക് നെയ്യ് പറ്റണേ, അല്ലെങ്കിൽ ഇത് ഒന്നിന് മേളിലൊന്ന് ഒട്ടിച്ചിട്ട് നമ്മൾ റോൾ ചെയ്യും. ആ റോൾ ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ഇതായിട്ട് വിട്ട് പോകും. അത് വരാതിരിക്കാൻ എല്ലാ അരികുവശത്തും ചേർത്ത് നെയ്യ് അപ്ലൈ ചെയ്ത് ഒന്നിന് മുകളിൽ ഒന്നായി ചപ്പാത്തി അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ 3 എണ്ണം വെക്കാം. 3-ാമത്തതിൻ്റെ മുകളിലേക്ക് ഞാൻ നെയ്യ് അപ്ലൈ ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് വീണ്ടും ഇതിനെ പരത്തി നൈസാക്കി പരത്തണം. എന്നിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. കണ്ടോ, വീണ്ടും നന്നായി പരത്തണം. ഈ പരത്തി നൈസാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് റോൾ ചെയ്യുമ്പം എളുപ്പം കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് നന്നായി പരത്തി നൈസാക്കി എടുക്കണേ. പിന്നെ ഉണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫേസ്ബുക്കിലാണെങ്കിൽ എൻ്റെ പേജ് മോളമ്മ മാത്യൂസ് എന്നാണ്, അതൊന്ന് ഫോളോ ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഈ ചെയ്യുന്നത് കണ്ടോ, ഇതുപോലെ പതുക്കെ റോൾ ചെയ്ത് നമുക്ക് മുഴുവൻ റോൾ ചെയ്തെടുക്കണേ. കണ്ടോ, ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. കണ്ടല്ലോ. ഇനി ഇതിനെ ഈ കനത്തെ നമുക്ക് മുറിച്ചെടുത്താലൊക്കത്തില്ല, ഇതിനെ നമുക്ക് നീട്ടാം. അപ്പോൾ ഞാൻ ഇതിനെ ഇനി 2 നടുക്കുന്ന് കട്ട് ചെയ്ത് 2 വീണ്ടും അതിനെ റോൾ ചെയ്ത് ചെറിയ സൈസിലേക്ക് മാറ്റും. ഇത് കണ്ടോ, ഇത്രയും നീട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇത് കുറേശ്ശെയിട്ട് ഒരു മീഡിയം തീയിലിട്ട് വറുത്ത് കോരിയാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ സാധനമാണ്. സോഫ്റ്റാണ്. ആകാശം നല്ല ചുരുണ്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്തോ. ഒരു മധുരമില്ല, ബേക്കിംഗ് സോഡയില്ല. സൂപ്പർ സാധനം. അടിപൊളി.